ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്വവർഗ വിവാഹ ബന്ധം ആശീർവദിക്കാമോ? മാർപ്പാപ്പ അങ്ങനെ അനുവാദം നൽകിയിട്ടുണ്ടോ? അതായത് പെണ്ണും തമ്മിലുള്ള ലെസ്ബിയൻ സഹവാസത്തെ വിവാഹമായി ആശീർവദിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. ആണും തമ്മിലുള്ള ഗേ സഹവാസത്തെ വിവാഹമായി ആശീർവദിക്കാൻ മാർപ്പാപ്പ പറഞ്ഞോ? പഠിപ്പിച്ചോ? ഇല്ല ഇല്ല ഇല്ല. സോതോമ്യ പാപത്തെ ആശീർവദിക്കാൻ മാർപ്പാപ്പ പറഞ്ഞോ? അങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ചില ഗ്രൂപ്പുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. സോതോമ്യ പാപത്തെ ആശീർവദിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല. പിന്നെ എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? മാർപ്പാപ്പയുടെ നിലപാട് സ്വീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണോ? ഇത് അപ്രമാദിത്വത്തിന് കീഴിൽ വരുന്ന ഔദ്യോഗിക പ്രബോധനമാണോ? മാർപ്പാപ്പയുടെ ഈ നിലപാടിനോട് പല രാജ്യങ്ങളിലെയും സഭകള്, രൂപതകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ എന്ത്? ഈ മാർപ്പാപ്പയുടെ ഈ പ്രബോധനത്തിന്റെ ഇന്നത്തെ പ്രസക്തി എന്ത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആമുഖമായിട്ട് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, മാർപ്പാപ്പയുടെ സംജ്ഞകൾ, അതായത് മാർപ്പാപ്പയുടെ ഉദ്യോഗത്തിന് 9 ചക്രവാളങ്ങളുണ്ട്. 9 തരത്തിൽ മാർപ്പാപ്പയ്ക്ക് പഠിപ്പിക്കാം. ആ 9 തരമെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഈ പ്രബോധനം ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതറിയണം. ഒന്ന്, റോമാരൂപതര മെത്രാനാണ് മാർപ്പാപ്പ. റോമാരൂപതര മെത്രാൻ, ഒന്നാമത്തെ സംജ്ഞ, ഒന്നാമത്തെ ഉദ്യോഗം. 2, ക്രിസ്തുവിന്റെ വികാരി. വികാരി എന്ന വാക്കിന് പകരക്കാരൻ എന്നർത്ഥം. അതായത് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ദ്വിതീയാഗമനം തിരിച്ചു വരുന്നത് വരെ ഈ ഒന്നാമത്തെ ആഗമനത്തിനും രണ്ടാമത്തെ ആഗമനത്തിനിടയിൽ അവന്റെ തുടർച്ചയായ സഭയെ നയിക്കാൻ വേണ്ടി അവൻ നിയമിച്ച വികാരി, പത്രോസും പത്രോസിന്റെ പിൻഗാമികളും. അതാണ് രണ്ടാമത്തെ. 3, അപ്പസ്തോലന്മാരുടെ രാജകുമാരനായ പത്രോസിന്റെ പിൻഗാമി, അപ്പസ്തോലന്മാരുടെ സക്സസർ ഓഫ് ദ പ്രിൻസ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പസ്തോലന്മാരുടെ രാജകുമാരനായ പത്രോസിന്റെ പിൻഗാമി. 4, സുപ്രീം പോണ്ടിഫ് ഓഫ് ദ യൂണിവേഴ്സൽ ചർച്ച്, സാർവത്രിക കത്തോലിക്ക സഭയുടെ പരമാധികാരി, പ്രൈമേറ്റ് ഓഫ് ഇറ്റലി, ഇറ്റലിയുടെ പ്രൈമേറ്റ്. മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ഓഫ് റോമൻ പ്രോവിൻസ്, റോമ പ്രവിശ്യയുടെ മെത്രാപോലിത്ത. റോമാരൂപതര മെത്രാൻ, റോമ പ്രവിശ്യയുടെ മെത്രാപോലിത്ത. സോവറൻ ഓഫ് ദ വാറ്റിക്കൻ സിറ്റി സ്റ്റേറ്റ്, വത്തിക്കാൻ രാഷ്ട്രം. സിറ്റി സ്റ്റേറ്റ് എന്ന് പറയാം. സിറ്റി സ്റ്റേറ്റ് എന്താ നമ്മൾ പറയാം? കൊച്ചു രാഷ്ട്രമല്ലേ സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ. തിരുവിതാംകൂർ, കൊച്ചി, മലബാറൊക്കെ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയാം. ചെറിയ രാഷ്ട്രങ്ങൾ. വത്തിക്കാൻ ഒരു രാഷ്ട്രമാണ്, ചെറിയ രാഷ്ട്രം. അതിൻ്റെ പരമാധികാരിയാണ്, അതിൻ്റെ ഭരണാധിപൻ. പിന്നെ സർവൻ്റ് ഓഫ് ദ സർവൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസൻ. പിന്നെ 9ാമത്തെയാണ് പാശ്ചാത്യ സഭയുടെ പാത്രിയാർക്കീസ്, ലത്തീൻ സഭയുടെ പാത്രിയാർക്കീസ്. ഇങ്ങനെ 9 തലങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് പഠിപ്പിക്കാം. പാശ്ചാത്യ സഭയുടെ തലവനായിട്ട് പഠിപ്പിക്കുമ്പോൾ അത് പാശ്ചാത്യ സഭയിൽ, ലത്തീൻ സഭയിലെ ആളുകൾക്ക് മാത്രമാണ് ബാധകം. റോമാരൂപതനെ മെത്രാനിലേക്ക് പഠിപ്പിക്കുമ്പോൾ ആ റോമാരൂപതയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകം. അപ്പം അങ്ങനെ പല തരത്തിലുണ്ട്. ഇറ്റലിയുടെ പ്രൈമറ്റ് എന്ന നിലയിൽ ആ തരത്തിലാണ്. വത്തിക്കാൻ സ്റ്റേറ്റിന്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യം ചെയ്യേണ്ടി വരും. അത് അത് സാർവത്രിക സഭയുടെ വിശ്വാസികളെ തല എന്ന നിലയിൽ ചെയ്യുന്നതല്ല, ഒരു രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ചില മാർപ്പാപ്പയുടെ നടപടികൾ നമുക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട്. അതിന് തീവ്ര സ്വഭാവമുള്ള ആളുകൾ വിമർശിക്കുകയും ചെയ്യും. അത് മാർപ്പാപ്പ ഏത് തലങ്ങളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ 9 തരത്തിൽ ഏത് തരത്തിലാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നറിയണം. ഇനി മാർപ്പാപ്പമാർ നൽകുന്ന പ്രബോധനങ്ങൾക്ക് അതിന് ഗൗരവത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. ഏതൊക്കെയാണത്? നമ്മൾ വെറുതെ പേരുകൾ മാത്രമാണ് കേട്ടു പോകുന്നത്. മാർപ്പാപ്പ നൽകുന്ന പ്രബോധനങ്ങൾ ഏറ്റവും ഗൗരവപൂർണ്ണമായും ആഘോഷപൂർവ്വവും ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതിനെ അപ്പസ്റ്റോളിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. നമ്മൾ പറയുന്ന ഒരു വിശ്വാസ സത്യം എന്നൊക്കെ പറയും, ഡോക്മ. ഒരു വിശ്വാസത്തെ വിശ്വാസ സത്യമായിട്ട് ഉയർത്താം. സഭയിൽ നിലനിന്നിരുന്നൊരു വിശ്വാസത്തെ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് ഏറ്റവും ഗൗരവപൂർണ്ണമായിട്ടും ആഘോഷപൂർവകമായിട്ടുള്ളത്. അത് അപ്പസ്റ്റോളിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. രണ്ടാമത് ഗൗരവമുള്ള സംഗതികളാണ് ചാക്രിക ലേഖനങ്ങൾ. മിക്കപ്പോഴും സാമൂഹ്യ പ്രബോധനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചാക്രിക ലേഖനങ്ങൾ, എൻസിക്ലിക്കൽ ലെറ്റേഴ്സ് എന്ന് പറയും.
മൂന്നാമത്തത് അപ്പസ്റ്റോലിക് ലെറ്റർ, ശ്ലൈഹിക ലേഖനം അപ്പസ്റ്റോലിക് ലെറ്റർ. ഭരണപരമായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് സഭയുടെ തലവനും ഭരണാധികാരിയും എന്ന നിലയിൽ ഭരണപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഈ ശ്ലൈഹിക ലേഖനത്തിലൂടെ. നാലാമത്തത് ഡിക്ലറേഷൻ, പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന്, നിലവിലുള്ള ഒരു സഭാ നിയമത്തിന്റെ വ്യാഖ്യാനം. നിയമമുണ്ട്, പക്ഷേ അതിൻ്റെ ചില ആശയക്കുഴപ്പമുള്ളത് അത് ഒന്ന് വ്യാഖ്യാനിക്കുന്നു. ഒന്ന്. 2, ആധികാരികമായ ഒരു പ്രഖ്യാപനം. അത് നടപ്പാക്കാൻ പിന്നെ വേറെ പ്രഖ്യാപനത്തിന് ആവശ്യമില്ല. രണ്ടാമത്തെ തരം ഡിക്ലറേഷൻ. മൂന്നാമത്തത് നിലവിലുള്ള നിയമത്തെ വിശാലമാക്കുന്ന ഒരു പ്രഖ്യാപനം. നിലവിലുള്ള സഭാ നിയമത്തെ കുറച്ചും കൂടി അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്, വിശാലമാക്കുക. അത് നടപ്പിലാക്കണമെങ്കിൽ മറ്റൊരു പ്രഖ്യാപനം വേണം. ഒരു പ്രൊമൾഗേഷൻ എന്ന് പറയും. അത് നിയമം നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടെങ്കിലേ ഈ മൂന്നാമത്തെ തരം ഡിക്ലറേഷൻ ആകൂ. പിന്നെ അഞ്ചാമത്തത്, ഇപ്പം നമ്മൾ നാലെണ്ണം പറഞ്ഞു. അഞ്ചാമത്തത് മോത്ത് പ്രോപ്രിയോ എന്ന് പറയും. മോത്ത് പ്രോപ്രിയോ എന്ന് പറഞ്ഞാൽ ഉൾപ്രേരണയിലൂടെ എന്നാണ് വാക്കിനർത്ഥം. അതായത് മാർപ്പാപ്പ സ്വന്തം ഇനിഷ്യേറ്റീവ്, സ്വയം മുൻകൈ എടുത്തിട്ട് ചില കാര്യങ്ങൾ, അത് മിക്കപ്പോഴും ഭരണപരമായ കാര്യങ്ങൾ സ്വന്തം ഉൾപ്രേരണയാൽ നടത്തുന്നതാണ് ഈ മോത്ത് പ്രോപ്രിയോ എന്ന് പറയുന്ന രേഖ. ആറാമത്തതാണ് ശ്ലൈഹിക ആഹ്വാനം, അപ്പോസ്റ്റലിക് എക്സോർട്ടേഷൻ. അതൊരു ഔപചാരികമായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ്. എന്താ പറയുക, പിതൃസഹജമായ സ്നേഹത്തോടെ നൽകുന്ന ഒരു ആഹ്വാനം. നമ്മളിപ്പോൾ പറയുന്ന ഈ രേഖ, അത് ലത്തീനിൽ അതിന് ഫിദൂച്ചിയ സുപ്ലിക്കാൻസ് എന്നാണ്. ഫിദൂച്ചിയ സുപ്ലിക്കാൻസ്, അങ്ങിൽ ശരണം വെച്ച് അപേക്ഷിച്ചുകൊണ്ടെന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ദൈവത്തിൽ ശരണം വെച്ച് അപേക്ഷിച്ചുകൊണ്ട്, അങ്ങനെയാണ് ആ രേഖ തുടങ്ങണേ. ഫിദൂച്ചിയ സുപ്ലിക്കാൻസ് 2023 ഡിസംബർ 18 ഇത് പ്രഖ്യാപിച്ചത്. ഇത് ഒരു പ്രഖ്യാപനമാണ്. അതായത് നമ്മൾ പറഞ്ഞ 4ാമത്തെ ഗണത്തിൽപ്പെട്ടത്. അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ചാക്രിക ലേഖനമല്ല, ശ്ലൈഹിക ലേഖനമല്ല, ഒരു പ്രഖ്യാപനം. പ്രഖ്യാപനം തന്നെ 3 തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനമാണ് ഇത്. അതായത് നിലവിലുള്ള ഒരു നിയമത്തെ കുറച്ചുകൂടി വിശാലമാക്കുന്ന ഒരു പ്രഖ്യാപനം. അത് നടപ്പിലാക്കാനായിട്ട് പിന്നെയും ഒരു പ്രൊമൾഗേഷനൊക്കെ വേണ്ടി വരും. എങ്കിലും ഇതൊന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അപ്രമാദത്തിന് കീഴിൽ വരുന്ന എക്സ് കത്തേദ്ര ടീച്ചിങ് എന്ന് പറയുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് സഭ ഔദ്യോഗികമായിട്ട് തെറ്റാവാരത്തിന് കീഴിൽ പഠിപ്പിച്ചിരിക്കുന്ന സംഗതി അല്ല ഇത്. അങ്ങനെയല്ല. അതേസമയം ഇതിന് പ്രാധാന്യമുണ്ട് താനും. അപ്രമാദത്തിന് കീഴിലല്ല എന്ന് വിചാരിച്ചിട്ട് ഇതിന് പ്രാധാന്യം കുറയുന്നൊന്നുമില്ല. എന്താണ് ഈ പ്രഖ്യാപനം കൊണ്ട് സഭ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത്? ക്രമരഹിതമായ ഒരു ബന്ധത്തിൽ ആയിരിക്കുന്നവരെ, ക്രമരഹിതം, അത് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ക്രമരഹിതമായ ഒരു ബന്ധത്തിലായിരിക്കുന്നവരെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്, അവരോട് സഭയുടെ സമീപനം എന്തായിരിക്കണം? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കുറെ വർഷങ്ങളായി ചോദിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഒരു തരത്തിലുള്ള തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് ഇനിയും വിശാലമാക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് അത്ര വലിയ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ട് നൽകാതെ ചെറിയൊരു പ്രഖ്യാപനമായിട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഇത് നമ്മുടെ റിയാക്ഷൻസ്, നമ്മുടെ ഓരോ രൂപതകളിലും ഓരോ രാജ്യത്തുമുള്ള ഇതിൻ്റെ പ്രതികരണങ്ങളൊക്കെ വത്തിക്കാൻ പഠിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഇത് കുറച്ചുകൂടി വ്യക്തത വരുത്തുകയോ ഒക്കെ ചെയ്യും. 2000-ന് ശേഷം 23 കൊല്ലം കഴിഞ്ഞിട്ടാണ് കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇറക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് 23 കൊല്ലത്തിന് മുമ്പാണ് ഇതിനു മുമ്പ് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 23 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനൊരു നിയമത്തിൻ്റെ നിയമത്തിൻ്റെ വ്യാഖ്യാനം കുറച്ചുകൂടി വിശാലമാക്കുന്നത്. അത് ഞാൻ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുകയാണ്. ക്രമരഹിതമായ, അതായത് സാധാരണഗതിയിൽ കാണാത്തതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ ഒരു ബന്ധത്തിലായിരിക്കുന്നവരെ സഭ എങ്ങനെ സമീപിക്കണം, സഭയെ സമീപിച്ചാൽ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറണം, അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? കൈകാര്യത്തിൽ ഫിസിക്കലായിട്ടല്ല കേട്ടോ, ആത്മീയമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം. എന്താണ് ഈ ക്രമരഹിതമായ ബന്ധം എന്ന് പറയണേ? അതിന് LGBT എന്നാണ് സാധാരണ പറയുക. ഇപ്പോൾ അത് മാത്രമല്ല, LGBTQIA എന്നുണ്ട്. LGBTQIA. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, പെണ്ണും തമ്മിലുള്ള ബന്ധം. G എന്ന് പറയുന്നത് ഗേ, ആണും തമ്മിലുള്ള ബന്ധം. B എന്ന് പറഞ്ഞാൽ ബൈസെക്ഷുവൽ,
രണ്ട് ലിംഗത്തിലുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നവർ. പിന്നെ ട്രാൻസ്ജെൻഡർ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂയ എന്നാണ് പറയുക. QUEER ക്യൂയ എന്ന് പറഞ്ഞാൽ വിചിത്ര ബന്ധത്തിലായിരിക്കുന്നവർ, വിചിത്ര ബന്ധം. പിന്നെ ഇന്റർസെക്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, വാക്കുകളുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. പിന്നെ അസെക്സ്. അസെക്സ് എന്ന് വെച്ചാൽ ലൈംഗിക താല്പര്യമേ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ക്രമരഹിതപരമായിട്ടുള്ള കുറേ ബന്ധങ്ങളുണ്ട്. ലെസ്ബിയൻ, പെണ്ണും തമ്മിലുള്ള ബന്ധം, ആണും തമ്മിലുള്ള ബന്ധം. പിന്നെ ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, വിചിത്ര ബന്ധത്തിലുള്ളവർ, പിന്നെ ഇന്റർസെക്സ് ബന്ധങ്ങളുള്ളവർ, പിന്നെ ലൈംഗിക താല്പര്യങ്ങളേ ഇല്ലാത്തവർ. ഇങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെ ക്രമരഹിതമായ അവസ്ഥകളുള്ളവർ ലോകത്തുണ്ട്. അത് നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ കേസ് വന്നതാണ്. അപ്പോൾ ഇവരോടുള്ള സമീപനം എന്തായിരിക്കണം എന്നതിന് അതിനു മുമ്പ് മറ്റൊരു സംശയം, അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിനുത്തരം ആദ്യം പറയട്ടെ. എന്താണ് വിവാഹം? കത്തോലിക്ക സഭയുടെ പ്രബോധനം എന്താണ്? വിവാഹം എന്നത് ആണും പെണ്ണും പരസ്പരം സ്നേഹിക്കാനും, ആണും അല്ല, പെണ്ണും അല്ല, ആണും പെണ്ണും ആയിരിക്കണം. ആണും പെണ്ണും പരസ്പരം സ്നേഹിക്കാനും മക്കളെ ജനിപ്പിക്കാനുമായി. ഇതാണ് രണ്ട് ലക്ഷ്യങ്ങൾ. പരസ്പരം സ്നേഹിക്കാനും മക്കളെ ജനിപ്പിക്കാനും. ഇതാണ് രണ്ട് ലക്ഷ്യങ്ങൾ വിവാഹത്തിന്റെ. ആണും പെണ്ണുമായിരിക്കണം. ആണും പറ്റില്ല, പെണ്ണും പറ്റില്ല. ആണും പെണ്ണും പരസ്പരം സ്നേഹിക്കാനും പിന്നെ മക്കളെ ജനിപ്പിക്കാനുമായി സ്വതന്ത്ര മനസ്സോടെ ഏർപ്പെടുന്ന ഉടമ്പടി. കരാറല്ല, ഉടമ്പടി. എന്തുകൊണ്ട് ഉടമ്പടി എന്ന് പറയണേ? ദൈവത്തിന്റെ ദാമ്പത്യ സ്നേഹത്തിലേക്ക്, ദൈവത്തെ മണവാളനായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കണേ. ദൈവത്തെ പിതാവായി ചിത്രീകരിക്കുന്നുണ്ട്, സ്നേഹിതനായി ചിത്രീകരിക്കുന്നുണ്ട്, മണവാളായി ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ ഏതറ്റം വരെയും പോകുന്ന, അങ്ങേയറ്റം വരെയും പോകുന്ന സ്നേഹമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. എല്ലാ നല്ല സ്നേഹങ്ങളും ദൈവത്തിന് ഉത്ഭവിക്കുന്നതാണല്ലോ. അപ്പം ദൈവത്തിന് ശരീരമില്ല, അതുകൊണ്ട് ലൈംഗികതയൊന്നും ആരോപിക്കാൻ കഴിയില്ല. പക്ഷെ എല്ലാം ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. പിതൃസ്നേഹമാണെങ്കിലും ദാമ്പത്യ സ്നേഹമാണെങ്കിലും സുഹൃത്ത് സ്നേഹമാണെങ്കിലും എല്ലാം ഉത്ഭവിക്കുന്ന ദൈവത്തിൽ നിന്നല്ലേ. അതിനാൽ ദൈവത്തെ മണവാളനായി ചിത്രീകരിക്കുന്ന ഒരുപാട് ടെക്സ്റ്റുകളുണ്ട് ബൈബിളിൽ. മനുഷ്യവംശം മണവാട്ടിയും ദൈവം മണവാളനുമായിട്ടാണ് ബൈബിളിൻ്റെ ഒരു സങ്കല്പം. ദൈവത്തിൻ്റെ ഈ ദാമ്പത്യ ബന്ധത്തിലേക്കാണ് ശരീരത്തോടെ പ്രവേശിക്കുന്നു. ചിലര് ഇപ്പം ബ്രഹ്മചാരികൾ ശരീരത്തോടെയല്ല, മനസ്സ് മാത്രം കൊടുക്കണു. വിവാഹം കഴിക്കുന്നവർ ദൈവത്തിന്റെ ദാമ്പത്യ ബന്ധത്തിലേക്ക് ശരീരത്തോടെ പ്രവേശിക്കുന്നു, ദേഹത്തോടെ. അങ്ങനെ ദൈവത്തിന്റെ ഉടമ്പടിയിലേക്ക്, ദൈവത്തിന്റെ ദാമ്പത്യ സ്നേഹത്തിലേക്ക് ഭാര്യയും ഭർത്താവും ആണും പെണ്ണും സ്വതന്ത്ര മനസ്സോടെ പ്രവേശിക്കുന്നത് കൊണ്ടാണ് അതിനെ കൂദാശ എന്ന് പറയണേ. പരിശുദ്ധന്റെ പ്രവൃത്തി എന്നർത്ഥം. പരിശുദ്ധ പ്രവൃത്തി അല്ലെങ്കിൽ പരിശുദ്ധന്റെ പ്രവൃത്തി, അതാണ് കൂദാശ എന്ന വാക്കിനർത്ഥം. അങ്ങനെ കൂദാശയായിരിക്കുന്ന ഒരു സംഗതിയെ മാത്രമേ കത്തോലിക്ക സഭയിൽ വിവാഹമായിട്ട് ആശീർവദിക്കാൻ പാടുള്ളൂ. ഈ പ്രബോധനത്തിൽ ഒരല്പം പോലും മായം ചേർത്തിട്ടില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞാനൊന്നുകൂടി ആവർത്തിക്കുകയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ആണും പെണ്ണും സ്വതന്ത്രമായ മനസ്സോടെ പരസ്പരം സ്നേഹിക്കാനും മക്കളെ ജനിപ്പിക്കാനുമായി ഏർപ്പെടുന്ന ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ ദാമ്പത്യ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന കൂദാശ, അതാണ് വിവാഹം. അതിനെ മാത്രമേ കത്തോലിക്ക സഭയിൽ വിവാഹമായിട്ട് ആശീർവദിക്കൂ. ആ പ്രബോധനത്തിൽ ഒരല്പം പോലും മയപ്പെടുത്തുകയോ മായം ചേർക്കുകയോ ചെയ്തിട്ടില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതിനെപ്പറ്റി പേടിക്കുകയേ വേണ്ട. അതേസമയം നമ്മൾ മുകളിൽ പറഞ്ഞ ക്രമരഹിതമായി ജീവിക്കുന്നവര് ഒരു കത്തോലിക്ക പുരോഹിതനെയോ ഡീക്കനെയോ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് വന്നാൽ അവരെ അനുഗ്രഹിക്കാതെ വിടണ്ട എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. അവരുടെ പാപങ്ങൾ ശരിയാണെന്ന് പറയല്ല, അവരുടെ കുറ്റങ്ങൾ ശരിപ്പെടുത്തി തരാമെന്ന് പറയല്ല, ഒന്നുമല്ല. അവർ പാപത്തിലെ ജീവിക്കുന്നേ. എന്നാലും ദൈവചിന്തയുണ്ടല്ലോ. പാപത്തിലാണ് ജീവിക്കുന്നത്, എന്നാലും ദൈവചിന്തയുണ്ട്. അങ്ങനെ ദൈവചിന്തയുള്ളത് കൊണ്ട് അവര് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അവരെ അനുഗ്രഹിക്കാതെ വിടണ്ടെന്നാണ്. ബൈബിളിലെ ഒരു രംഗമുണ്ട്. ഈ ഹേറോദസും ഹേറോദിയായും ക്രമരഹിതമായ ഒരു ബന്ധത്തിലാണ്. ഇങ്ങനത്തെ അല്ലെങ്കിലും ഒരു വേശ്യാവൃത്തിയിൽ അല്ലെങ്കിൽ വ്യഭിചാരത്തിലായിരുന്നു. എന്നിട്ടും ഈ യോഹന്നാനെ ബഹുമാനിച്ചിരുന്നു ഹെറോദസ്. ഹെറോദിയയ്ക്ക് അവനെ കൊല്ലാനുള്ള ആഗ്രഹം, സ്നാപനെ കൊല്ലാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഹെറോദസ് യോഹന്നാനെ ബഹുമാനിച്ചിരുന്നു, അവനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല
ഹെറോദിയ സ്വന്തം ഗുണ്ടകളെ അയച്ച് കൊല്ലാതിരിക്കാൻ യോഹന്നാനെ സംരക്ഷിച്ചു. എങ്ങനെ? കാരാഗ്രഹത്തിലിട്ട്. കാരാഗ്രഹത്തിൽ ഒരാളെ കൊല്ലണമെങ്കിൽ ഈ രാജാവിന്റെ സിഗ്നറ്റ് ഇല്ലേ, മുദ്രയുള്ള കൽപ്പന വേണം. അത് ഹെറോദിയയ്ക്ക് പറ്റില്ല. അപ്പോൾ ഹെറോദസിന്റെ അനുവാദമില്ലാതെ ജയിലിൽ കിടക്കുന്ന ആളെ കൊല്ലാൻ പറ്റില്ല. ഹെറോദിയായുടെ വൈരാഗ്യത്തിൽ നിന്ന്, പകയിൽ നിന്ന് യോഹന്നാനെ രക്ഷിക്കാൻ ഹെറോദസ് യോഹന്നാനെ കാരാഗ്രഹത്തിലിട്ടു. മാത്രമല്ല, യോഹന്നാനെ കേൾക്കാനായിട്ട് അവന് ആഗ്രഹം ഉണ്ടായിരുന്നു. പാപത്തെ പിന്തിരിയാനൊന്നും ഹെറോദസിന് താല്പര്യമില്ല, പാപത്തെ പിന്തിരിഞ്ഞുമില്ല. എങ്കിലും ഹെറോദസിനെ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ അതിലൂടെ ചിലപ്പോ ഇങ്ങനെ എന്താണ് പുരോഹിതന്റെ ചുമതല? പുരോഹിതന്റെ ചുമതല മനുഷ്യരെയും വസ്തുക്കളെയൊക്കെ ദൈവത്തിന് മുമ്പിൽ പൊക്കിപ്പിടിക്കുക. ഇങ്ങനെ പൊക്കിപ്പിടിക്കുക, ദൈവത്തോട് ദൈവന്റെ കാര്യം നോക്കണേ എന്ന്. അത് അങ്ങനെ പൊക്കിപ്പിടിക്കുന്ന ആൾക്ക് അവനൊരു ആശീർവാദം കൊടുക്കുകയാണ്. ദൈവം തന്നെ പ്രാർത്ഥന കേൾക്കട്ടെ. എന്തിനാ? പാപത്തിൽ തുടരാനല്ല, അവരുടെ പാപം ശരിയാണെന്ന് പറയാനല്ല, അവരുടെ കുറ്റകൃത്യം ശരിയാണെന്ന് പറയാനല്ല. മറിച്ച് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് പാപികളാണെങ്കിലും, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് പാപികളാണെങ്കിലും ആ ഒരു ഇല്ലേ, ദൈവത്തിന്റെ മക്കളാണ് എന്ന നിലയിൽ ഒരു ആശീർവാദം കൊടുക്കാം. അത് വിവാഹമായിട്ട് ആശീർവദിക്കാം എന്നല്ല മാർപ്പാപ്പ പഠിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള LGBTQ എന്നൊക്കെ പറയുന്ന അവർ രണ്ടുപേര് വന്നിട്ട് ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണം എന്നൊരു അച്ഛനോടോ ഡീക്കനോടോ പറഞ്ഞാൽ അവർ അനുഗ്രഹിക്കാണ്ട് വിടണ്ട എന്ന് വിചാരിച്ചിട്ട് അവരുടെ ബന്ധത്തെ, ലൈംഗിക ബന്ധത്തെ വിവാഹമായി ആശീർവദിക്കാം എന്നല്ല മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് ആവർത്തിക്കുന്നതിന് കാരണം പല വീഡിയോസും വന്നിട്ടുണ്ട്. എന്നിട്ടും ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്നോട് ചോദിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. അതിനാൽ കൃത്യമായിട്ട് രേഖ പറയാണ്, വിവാഹമെന്ന് ഒരു തരത്തിലും തോന്നിക്കാത്ത തരത്തിലായിരിക്കണം ഈ ബ്ലെസ്സിങ് കൊടുക്കുന്നത്. ബ്ലെസ്സിങ് നമ്മൾ ഒരു വാക്കിന് തന്നെ പല അർത്ഥമുണ്ട്. ആശീർവദിക്കുന്ന അർത്ഥമുണ്ട്, വെഞ്ചിരിക്കാന്ന അർത്ഥമുണ്ട്, ഇല്ലേ, പലത്. നമ്മൾ വാഹനം വെഞ്ചിരിക്കും, അതിനകത്ത് വേശികളാണോ പോണേ, വ്യഭിചാരികളാണോ പോണേ, ഇതൊക്കെ നോക്കിയിട്ടാണോ? അല്ലല്ലോ. അത് ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് ദൈവം കൃപ നൽകി. അപ്പോൾ അവർ കൊണ്ടുവന്നു, ഇത് ദൈവം കൃപ നൽകി വാങ്ങിച്ചതാണ്, ദൈവത്തിന് നന്ദി പറയുന്നു. ആ നന്ദി പറയുന്ന കൂട്ടത്തിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. അതിനകത്ത് ഒരു മയക്കുമരുന്നാണോ കൊണ്ടുപോകണേ, വേശികളാണോ കൊണ്ടുപോകണേ, ഇതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? ഞാൻ വണ്ടിയുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെയല്ല ഈ LGBT ഒക്കെ. എങ്കിലും അവർക്ക് അവരുടെ മനസ്സിന്റെ പ്രശ്നം കൊണ്ടോ എന്തോ പ്രശ്നം കൊണ്ട് അവർ പാപത്തിലാണ്. നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ബന്ധത്തെ ഇപ്പോഴും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർമാർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് പാപകരമായ ബന്ധമാണെന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്, അവരുടെ ഹോർമോണിന്റെ അവസ്ഥ എന്താണ്, ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാണുമ്പോൾ നമ്മൾ ക്രമരഹിതമായി കാണുന്നു. അതിന്റെ സത്യാവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയൂ. അതിനാൽ തന്നെ വഴിതെറ്റിപ്പോയ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവരെ ആശീർവദിക്കുന്നത് അവരുടെ പാപകരമായ ബന്ധത്തെയോ ആ ബന്ധത്തെ വിവാഹമായിട്ടോ അല്ല ആശീർവദിക്കുന്നത്. ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. എന്തിനു ദൈവാനുഗ്രഹം ഉണ്ടാകണേ? ഈ പാപകരമായ ജീവിതം മാറാൻ. അതിനാൽ ഒരു നിലയ്ക്കും ഈ കൊടുക്കുന്ന ബ്ലെസ്സിങ് കൗതാശികമായിരിക്കരുത്, ലിറ്റർജിക്കലായിരിക്കരുത്, ടെക്സ്റ്റ് ബുക്ക് പാടില്ല, വാഹനം വെഞ്ചിരിക്കുന്ന പോലെയോ വീട് വെഞ്ചിരിക്കുന്ന പോലെയോ പാടില്ല, ഔദ്യോഗികമായിരിക്കരുത്. സ്വയം പ്രേരിതമായിട്ട് ഒരു ആശീർവാദം കൊടുക്കാം. ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്, ഈ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇങ്ങനെ കൊടുക്കുന്ന ബ്ലെസ്സിങ് ഔദ്യോഗികമായിരിക്കരുത്, ലിറ്റർജിക്കലായിരിക്കരുത്. എന്ന് വെച്ചാൽ ഊറാലയും ഇതൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ആകാൻ പാടില്ല. ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഇതിനു വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാൻ പാടില്ല. വാഹനം വെഞ്ചരിക്കുന്നത് പോലെ ഒരു ക്രമം പാടില്ല, വീട് വെഞ്ചരിക്കുന്ന പോലെ ഒരു ക്രമം പാടില്ല. ഒരു തരത്തിൽ ഔദ്യോഗികമായിരിക്കരുത്. സ്വയം പ്രേരിതമായിട്ട് ആ നേരത്തെ തോന്നിയ ഒരു ആശീർവാദം കൊടുക്കാം. അതായത് ദൈവത്തിന്റെ കൃപയിൽ നിന്ന് ഈ പാപികളെയും ഒഴിവാക്കുന്നില്ല എന്ന ഒരു കരുതല്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് ഒരു പാപിയെയും ഒഴിവാക്കുന്നില്ല എന്നൊരു കരുതല്. അവർ പാപത്തിലാണ്, എന്നാൽ കുറ്റകൃത്യത്തിലാണോ എന്ന് നമുക്ക് നിശ്ചയമില്ല. മാത്രമല്ല കത്തോലിക് സഭ പണ്ട് മുതൽ പഠിപ്പിക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ട് ഇവിടെ ഓർക്കേണ്ടത്. ഒരേ ലിംഗത്തിലുള്ളവർ തമ്മിൽ പരസ്പരം ആകർഷണം ഉണ്ടാകാം, അത് അതിൽ തന്നെ പാപമല്ല. അവര് ബന്ധപ്പെടുകയോ ലൈംഗിക ചേഷ്ടകൾ നടത്തുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിലേ അപ്പോഴാണ്, അങ്ങനെ അതിൽ മുഴുകിയാലാണ് അത് പാപമാകുക. വെറുതെ ഒരു ആകർഷണം തോന്നിയോണ്ട് മാത്രം അത് പാപമാകില്ല, അതൊരു പ്രലോഭനമാകുള്ളൂ, പാപമാകുന്നില്ല. ഇതാണ് ഇപ്പൊ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പ്രസാദാത്മകമായിട്ടും ഈ പ്രബോധനത്തിന് പ്രസാദാത്മകമായിട്ടും നിഷേധാത്മകമായിട്ടും നെഗറ്റീവായിട്ടും ഇതിന് വശങ്ങളുണ്ട്. പ്രസാദാത്മക കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞതാണ്,
യേശുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നില്ല. ആരെയും. യേശുക്രിസ്തു പാപികളുടെ സ്നേഹിതൻ എന്നറിയപ്പെട്ടിരുന്നവനാണ്. പാപികളെ വിളിക്കാൻ വേണ്ടിയാണോ വന്നത്? പാപികളുടെ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെയാണ് അവൻ ചെയ്തത്. വ്യഭിചാരത്തിൽ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു പാപിനിയെ അവരുടെ ഇടയിൽ നിന്ന് രക്ഷിച്ചവനാണവൻ. അതേസമയം അവനോട് പറഞ്ഞു, മേലിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ പറയുകയും ചെയ്തു. ഇന്നും പാപികളുടെ സ്നേഹിതനാണ് യേശു. പെന്തക്കോസ്ത് ദൈവസഭക്കാരൊഴികെ അവരാണ് ഫരിസയരെ പോലെ സ്വയം നീതിമാന്മാരെന്ന് കണക്കാക്കുന്നത്. അല്ലാത്തവരെല്ലാം കണക്കാക്കുന്നത് സ്വയം പാപികളായിട്ടാണ്. ചുങ്കക്കാരനെ പോലെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും പറ്റാതെ കർത്താവെ ഞാൻ പാപിയാണ് എന്ന് പറയുന്നവരാണ് കത്തോലിക്കര്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും, ഈ 2 നിമിഷങ്ങൾ നമുക്ക് ഉറപ്പുള്ളൂ, ഈ നിമിഷവും മരണസമയവും, ആ 2 പ്രധാനപ്പെട്ട നിമിഷങ്ങളിലും തമ്പുരാനോട്, നിന്റെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് മറിയത്തോട് നമ്മൾ പറയണേ. കാനായിലെ പ്രതിസന്ധിയിൽ നീ ഇടപെട്ടതുപോലെ ഈ നിമിഷത്തിലും ഞങ്ങളെ മരണ നേരത്തും ആ 2 നേരത്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെന്ന് ഓർക്കണേ എന്നാണ് കത്തോലിക്കർ പഠിപ്പിക്കുന്നത്. പാപികളാണെന്ന് നമ്മൾ ഏറ്റു പറയുക, ചുങ്കക്കാരനെ പോലെ പാപികളാണെന്ന് ഏറ്റു പറയുക. ഒരു കത്തോലിക്കനും ഫരിസയനെ പോലെ ഞാൻ നീതിമാനാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ കത്തോലിക്കനെ പോലെയല്ല, മറ്റ് കത്തോലിക്കരെ പോലെയല്ല എന്നൊന്നും പറയില്ല. അത് പെന്തക്കോസ്ത് ദൈവസഭക്കാരും യാക്കോബസാക്ഷികളൊക്കെ പറയും, കത്തോലിക്കരെ പറയില്ല. കാരണം പാപികളുടെ സ്നേഹിതനായി പാപികൾ വിളിക്കാൻ വന്ന കർത്താവാണ് അവരുടെ രക്ഷകനെന്ന് അവർക്കറിയാം. അതിനാൽ ഈ പാപികളുടെ സ്നേഹിതനായ കർത്താവ്, ആ കർത്താവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ഒരു പക്ഷേ ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയെ പോലെ ഈ LGBT ഒരുപക്ഷെ മാനസാന്തരപ്പെട്ടാലോ? അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യത്തിന് കീഴിൽ ഇവർ നിർത്തുകയാണ്. ആ അനുഗ്രഹമാണ് കൊടുക്കണേ. അതൊരു പ്രസാദാത്മക ഒരു കാര്യം തന്നെയാണ്. 1. 2, LGBTQAI എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അവരോട് സഭയുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഒരു ഉത്തരം അത് ചർച്ച ചെയ്യാം, ചിലപ്പോൾ തിരുത്താം, ചിലപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുത്താം. എങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന സഭ അവരെങ്ങനെ സമീപിക്കണമെന്ന കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അതിന് ഒരു സഭ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ വളരെ ശക്തമായൊരു നിലപാട് സഭയുടേതുണ്ട്. മിക്ക കാര്യങ്ങളിൽ എന്ന പോലെ ധാർമ്മികത കാര്യത്തിൽ കത്തോലിക്ക സഭ മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് മുമ്പിലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ബോംബെയിലൊക്കെ കാണുന്ന ട്രാൻസ്ജെൻഡേഷൻ ഉണ്ട്. അവരെ തെരുവിൽ തെണ്ടാൻ വിട്ടിരിക്കുകയല്ലേ ആ മതം. ഇന്ത്യൻ സംസ്കാരം അവരിങ്ങനെ വഴിയിൽ വന്നിട്ട് തെണ്ടുകയാണ് ട്രാൻസ്ജെൻഡർ. നമ്മൾ അങ്ങനെ അവരെ തെണ്ടാൻ വിടേണ്ട കാര്യമില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. കുറെ കഴിയുമ്പോൾ കത്തോലിക്ക സഭയുടെ ഈ വിശാലമായ മനസ്സ് മറ്റ് മതങ്ങളും ഉൾക്കൊള്ളുമായിരിക്കാം. മിക്ക കാര്യങ്ങളിലും കത്തോലിക്ക സഭ മുൻപേ പറക്കുന്ന പക്ഷിയാണ്, മറ്റുള്ളവർ പിന്നാലെ വരും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അതിനാൽ ഇങ്ങനെ ക്രമരഹിതമായി ഇരിക്കുന്നവരെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അവരോട് സഭയുടെ നിലപാട് എന്തായിരിക്കണമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം, തെറ്റോ ശരിയോ ആകട്ടെ, ഒരു ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. അതൊരു പ്രസാദമായ കാര്യമാണ്. തെറ്റാണ് നമുക്ക് തിരുത്താം, അല്ലെങ്കിൽ ഇതിന് കുറച്ചുകൂടി വ്യക്തത വരുത്താം. അതിനെന്താ കുഴപ്പം? 3, ആരെയും നിരാകരിക്കാതെ നിഷേധിക്കാതെ പുറത്താക്കാതെ ദൈവത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന് മുമ്പിൽ പൊക്കി പിടിക്കുന്ന പൗരോഹിത്യ ധർമ്മം. എല്ലാവരെയും, നമ്മുടെ പള്ളിയിൽ വരുന്ന എല്ലാവരും വിശുദ്ധരാണോ? നമ്മളൊക്കെ പാപികളല്ലേ? പാപിയാണ് ഈ അച്ഛൻ പോലും. പക്ഷേ കർത്താവ് ഒരു നിയമനം നൽകിയിരിക്കുന്നു. ഇപ്പം നമ്മളെക്കാൾ ഏറ്റവും നല്ലവനായിട്ടാണോ ഒരാൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത്, ഒരാളെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നത്? അല്ല, നമ്മിലൊരുവനാണ്. പക്ഷെ ആ നിയമനത്തിലൂടെ അദ്ദേഹത്തിന് ഒരു അധികാരം കിട്ടുന്നു. ഇതുപോലെ തന്നെയാണ് പുരോഹിതൻ. ഒരു ദൈവിക നിയമനത്താൽ, കൈവപ്പിലാൽ, ശ്ലൈഹിക പിന്തുടർച്ചയിൽ, കൗദാശ്യം പിന്തുടർച്ചയിൽ നമ്മളെയൊക്കെ പൊക്കിപ്പിടിക്കാൻ, ദൈവത്തിന് മുമ്പിൽ പൊക്കിപ്പിടിക്കാൻ ഒരാളെ നിയമിക്കപ്പെട്ടിരിക്കുന്നു, വാഴിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പുരോഹിതൻ, അങ്ങനെയുള്ള ഡീക്കൻ ഈ പാപിയായ ക്രമരഹിതമായ ബന്ധത്തിലിരിക്കുന്ന, കുറ്റകൃത്യം പോലുള്ള ഒരു ബന്ധത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ബന്ധത്തിലിരിക്കുന്ന ഒരാളെയും ദൈവത്തിന് മുമ്പിൽ പൊക്കിപ്പിടിക്കുകയാണ്. ഇയാളോടും ഇവരോടൊക്കെ കരുണയായിരിക്കണേ കർത്താവേ എന്ന്. അങ്ങനെയുള്ളൊരു മധ്യസ്ഥന്റെ റോളാണ് പുരോഹിതനുള്ളത്. അത് പൗരോഹിത്യ ധർമ്മത്തിന്റെ ഒരു വലിയ ചുമതല നിർവഹിക്കപ്പെടുകയാണ്. ഇതാണ് 3ാമത്തെ പ്രസാദാത്മക കാര്യം. അമേരിക്കയിലെയും കാനഡയിലെയും മെത്രാൻ സമിതി അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ലിറ്റർജിക്കൽ ആശീർവാദവും അജപാലനമായ അനുഗ്രഹവും തമ്മിൽ അങ്ങേറ്റത്തെ അന്തരമുണ്ട്. ലിറ്റർജിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആശീർവാദം, കല്യാണമൊക്കെ, അത് ലിറ്റർജിക്കലാണ്. മറ്റത് ഒരു പാസ്റ്റർ, ഒരു ഇടയൻ എന്ന നിലയിൽ
കാണാതായി പോയി നടക്കുന്ന ആടിനെ, അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ഒരു ആടിനെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തുന്ന അജപാലന്റെ ഒരു അനുഗ്രഹം മാത്രമാണിത്. അതിനെ ഈ ലൈംഗിക ബന്ധത്തിൽ ആയിരിക്കുന്നവരെ, അതായത് ക്രമരഹിതമായ ലൈംഗിക ബന്ധത്തിലായിരിക്കുന്നവരുടെ ബന്ധത്തെ വിവാഹമായി ആശീർവദിക്കാനായിട്ട് മാർപ്പാപ്പ പറഞ്ഞു എന്നെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്. അത് രണ്ടും രണ്ടാണ്. പ്രത്യക്ഷത്തിൽ ഒന്നാം തോന്നിയാൽ പോലും അങ്ങനെയല്ല, രണ്ടും രണ്ടാണ്. ഇപ്പം പഴയ നിയമത്തിൽ ജോസഫിന്റെ മുമ്പിൽ യോസഫിന്റെ സഹോദരന്മാർ കുമ്പിടുന്നുണ്ട്. അത് ദൈവം എന്ന് വെച്ചിട്ട് ആരാധിക്കുകയാണോ? എല്ലാ കുമ്പിടലും എല്ലാ നമസ്കാരവും ആരാധനയല്ല, അതൊരു ബഹുമാനമാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലേ, ഗുരുക്കന്മാരുടെ മുമ്പിൽ തല കുനിക്കും, അത് ആരാധനയല്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കർമ്മത്തിന് പോകുമ്പോൾ അപ്പനമ്മേൻ്റെ മുമ്പിൽ തല കുനിക്കും സംസ്കാരമുള്ളവർ, അത് അപ്പനമ്മേനെ ആരാധിക്കലല്ല. അപ്പോൾ ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് തല കുനിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ശരീരം കൊണ്ടുള്ള പ്രവൃത്തി മാത്രമല്ലല്ലോ, അതിൻ്റെ നിയോഗം പ്രധാനപ്പെട്ടതല്ലേ. ഏത് നിയോഗത്തോടു കൂടി നമ്മൾ ചിലപ്പോൾ തെറി പറയും തമാശയ്ക്ക്, അത് തെറിയായിട്ട് കണക്കാക്കില്ലല്ലോ, അത് സൗഹൃദമായിട്ടാണ്. വാക്കുപയോഗിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ അത് എങ്ങനെ ഉപയോഗിച്ചു, ഏത് നിയോഗത്തോടു കൂടി പറഞ്ഞു എന്നുള്ളതാണ്, അത് ഇതിനൊക്കെ ബാധകമാണ്. അപ്പോൾ ലിറ്റർജിക്കലും അജപാലനും തമ്മിൽ വേർതിരിക്കണം. വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനത്തിൽ ഒരല്പം പോലും മായം ചേർത്തിട്ടില്ല. ഇത് അമേരിക്കയിലും കാനഡയിലും മെത്രാന്മാരുടെ സമിതി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിഷേധാത്മകമായിട്ട് ഇതിനെന്താണ് ഈ പ്രബോധനത്തിൻ്റെ പ്രശ്നം? തെറ്റിദ്ധരിക്കപ്പെടാനും തെറ്റായി വ്യാഖ്യാനിക്കാനും പലരും ശ്രമിക്കും, സവിശേഷമായി മാധ്യമങ്ങൾ. ഈ സഭ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കാത്തവരോ മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നവരോ സെൻസേഷണൽ ന്യൂസ് ഉണ്ടാക്കാൻ ഉള്ളവരോ കത്തോലിക്ക സഭ മോശമായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനും തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. അത് ഏത് പ്രബോധനത്തിനുമുള്ള ഒരു നിഷേധാത്മക വശമാണ്, നെഗറ്റീവ് വശമാണ്. അത് ഇതിനുണ്ടാകും. ആഫ്രിക്കയിലെ ചില മെത്രാൻ സമിതികൾ പറഞ്ഞു, ഇവിടെ വ്യക്തികളെയാണ് അവരുടെ പാപകരമായ ബന്ധത്തെ അല്ല ആശീർവദിക്കുന്നത്, വ്യക്തികളെയാണ് ആശീർവദിക്കുന്നത്. വിവാഹത്തിൽ വ്യക്തികളെയും അവരുടെ ബന്ധത്തെയും ആശീർവദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ദാമ്പത്യ ബന്ധത്തിലേക്ക് പ്രവചിക്കുന്നതിനാൽ അവരുടെ ബന്ധത്തെയും ആശീർവദിക്കുന്നു വിവാഹത്തിൽ. ഇങ്ങനെ ക്രമരഹിതമായ ജീവിതം നയിക്കുന്നവരെ ബന്ധത്തെ ആശീർവദിക്കുന്നില്ല, വ്യക്തികളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ആഫ്രിക്കയിലെ ചില മെത്രാൻ സമിതികൾ പറഞ്ഞത്. ആഫ്രിക്കയിലെ തന്നെ മലാവി, സാംബിയ, നമീബിയ തുടങ്ങിയ സ്ഥലത്തെ മെത്രാൻ സമിതി പറഞ്ഞത് അവിടെ ഇങ്ങനത്തെയുള്ള ബന്ധങ്ങൾ പീനൽ കോഡ് അനുസരിച്ച്, പീനൽ കോഡില്ലേ കുറ്റകൃത്യങ്ങളൊക്കെ എന്തായാലും പറയാം, ഞാൻ ഓർക്കുന്നില്ല, ഇന്ത്യൻ പീനൽ IPC പറയും, ഇന്ത്യൻ പീനൽ കോഡ്. ആ പീനൽ കോഡ്, ദേശരാഷ്ട്രത്തിൻ്റെ പീനൽ കോഡ് അനുസരിച്ച് ഈ LGBT ഒക്കെ പാപം മാത്രമല്ല കുറ്റകൃത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ആശീർവദിക്കാനോ അനുഗ്രഹിക്കാനോ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ സഭയുടെ നിയമം അനുസരിച്ച് 14 16 വിവാഹപ്രായം, 14 പെൺകുട്ടികൾക്കും 16 ആൺകുട്ടികൾക്കും. പക്ഷേ ദേശരാഷ്ട്ര നിയമം അനുസരിച്ച് 18 21. അപ്പോൾ നമ്മൾ സാധാരണ 18 21 വിവാഹത്തിന് നിശ്ചയിക്കുക. കാരണം എന്താ, ഭരണകൂടവുമായിട്ട് സർക്കാരുമായിട്ട് ഒരു യുദ്ധത്തിന് പോകണ്ട. അതാണ് ആഫ്രിക്കയിലെ മലാവി, സാംബിയ, നമീബിയ സ്ഥലങ്ങളിൽ. അവിടെ LGBT ഒക്കെ പാപം മാത്രമല്ല പീനൽ കോഡ് അനുസരിച്ച് കുറ്റകൃത്യമാണ്. അങ്ങനത്തെ സംഗതികൾ സഭ ആശീർവദിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ആ രാജ്യങ്ങളിലെ മെത്രാന്മാർ തീരുമാനിച്ചത്. യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ, അത് പൗരത്യ കത്തോലിക്ക സഭയാണ്, അത് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞല്ലോ, മാർപ്പാപ്പ പഠിപ്പിക്കുന്ന രീതികൾ പറഞ്ഞല്ലോ, 9 സംജ്ഞകൾ പാശ്ചാത്യ സഭയ്ക്കുള്ളൊരു പ്രബോധനമാണ്, പൗരത്യ സഭകളെ ബാധിക്കുന്നതല്ല. പൗരത്യ സഭകളെ ബാധിക്കുന്നത് പൗരത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമമാണ്. അതിൽ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. അതിലത്തെ നിയമമല്ല ഇവിടെ വിശാലമാക്കിയിരിക്കുന്നത്. ഇത് പാശ്ചാത്യ സഭയ്ക്ക് മാത്രമുള്ളതാണ്. യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ പൗരത്യ ഒരു സഭയാണ്. എന്ന് വെച്ചാൽ പൗരത്യ സഭകളെ ബാധിക്കുന്ന ഒരു നിയമ വിശാലതയല്ല ഇത്. അത് കാരണം പൗരത്യ സഭകളിലും മിക്ക സഭകളിലും ഈ ഒരു പ്രശ്നമില്ല. പാശ്ചാത്യ സഭയിലാണ് ഈ പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നതെന്നാണ് യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ നിലപാടെടുത്തിരിക്കുന്നത്. പോളണ്ട്, ഹംഗറി തുടങ്ങിയ പാശ്ചാത്യ സഭയിലെ തന്നെ മെത്രാന്മാരും ജർമ്മനിയിലെ കർദിനാൾ ലുഡ്വിഗ് മ്യൂളറൊക്കെ ഇത് ദൈവഹിതത്തിനെതിരായ നിലപാട് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ ഇൻപുട്സ് എല്ലാം മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുക്കും, വത്തിക്കാൻ അയച്ചു കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെന്തെങ്കിലും വ്യക്തത വരുത്തണമെങ്കിൽ അത് വത്തിക്കാൻ ചെയ്യുകയും ചെയ്യും. ഇത് അപ്രമാദത്തിന് കീഴിൽ പഠിപ്പിച്ചിരിക്കുന്ന സംഗതിയല്ല. ഇങ്ങനെയുള്ള ക്രമരഹിതമായ ബന്ധത്തിലിരിക്കുന്നവർ പാപികളാണെങ്കിലും ദൈവമക്കളാണല്ലോ, അവർക്കും അവരെയും ദൈവത്തിന് മുമ്പിൽ പൊക്കിപ്പിടിച്ച് ദൈവത്തിന്റെ കാരുണ്യവും കരുതലും അവർക്ക് ഉണ്ടാകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ലിറ്റർജിക്കൽ അല്ലാത്ത, കൗതാശികമല്ലാത്ത, ഔദ്യോഗികമല്ലാത്ത, ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാത്ത, പിന്നെ ഔദ്യോഗികമല്ലാത്ത ഒരു ആശീർവാദം സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പോൾ വഴിയിൽ വെച്ചോ തീർത്ഥഗന്ധത്തിൽ വെച്ചോ അങ്ങനെയൊക്കെ ഒരു അച്ഛനെയോ ഡീക്കനെ കാണുമ്പോൾ ഇവർ വന്നാൽ
അവരെ തള്ളിക്കളയേണ്ട കാര്യമില്ല. ഒന്ന് പ്രാർത്ഥിച്ചേക്കുക, കർത്താവിന് കാരണത്തിന് അവരെ വിട്ടുകൊടുത്തേക്കുക എന്നാണ് മാർപ്പാപ്പ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനെ പ്രസാദാത്മകമായി കണ്ടാൽ നല്ലത് തന്നെയാണ്. തെറ്റിദ്ധരിക്കപ്പെടാനും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അത് ഇതിന് മാത്രമല്ല, എല്ലാത്തിനും അമ്മയെ തല്ലി രണ്ട് പക്ഷം എന്നല്ലേ. അതിനെ ശരിയായ തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ലോകത്തിലെ മറ്റ് മതങ്ങളും ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചം, ഇതിൻ്റെ പ്രകാശം അനുഭവിക്കാൻ സാധ്യതയുണ്ട്.